വളരെ സുരക്ഷിതമായി നമ്മൾ ആകാശലോകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നു എത്ര സുരക്ഷിതമായി. ആകാശത്ത് നിന്ന് വായുവിലൂടെ ആകാശത്ത് സഞ്ചരിക്കുന്ന ഈ വാഹനം, ഈ പേടകം താഴെ വീഴാതിരിക്കുന്നത് അല്ലാഹുവാണ് അതിന്റെ സംരക്ഷകൻ എന്നതുകൊണ്ട് തന്നെ രണ്ട് പൈലറ്റുമാർക്ക് ഒരേ സമയം എന്തും സംഭവിക്കാം. രണ്ട് പൈലറ്റുമാർ, ഒരാൾക്ക് തളർച്ച വന്നാൽ അടുത്ത ആളുണ്ടെന്ന ധൈര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. രണ്ടുപേർക്കും ഒരുമിച്ച് അറ്റാക്ക് വരാം. അതൊരു പ്രോബബിലിറ്റി ഇല്ലേ, സാധ്യതയില്ലേ? അള്ളാഹുവിന്റെ ആകാശലോകത്ത് എയർ പോക്കറ്റുകളുണ്ട്. വായുസഞ്ചാരം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഫ്ലൈറ്റുകൾ പിടപെടക്കുന്നത് കാണുന്നില്ലേ? ചിലയിടങ്ങളിൽ എയർ ടർബുലൻസ് എന്നവർ പറയും. ആരാണ് നിയന്ത്രിക്കുന്നത്? മെഷീൻ എഞ്ചിനുകൾ നമ്മൾ കണ്ടെത്തി അള്ളാഹു തൗഫീഖ് ചെയ്തപ്പോ. അത് പറക്കണമെങ്കിൽ വായു വേണം. വായുവിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ആകാശലോകങ്ങളിൽ ഓക്സിജന്റെ സംവിധാനം വേണം. അള്ളാഹു സംവിധാനിച്ചതല്ലേ നമ്മൾ അറിയുന്നത്. അത് വാഹനം ഓടിക്കുന്ന ആളുകളെ ബോധം കെടാതെ ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്യുന്നവരെ, അവരെ അള്ളാഹു തആല നല്ല ബോധത്തോടെ നിലനിർത്തണമെങ്കിൽ പടച്ചതമ്പുരാന്റെ സഹായം വേണ്ടേ? മനുഷ്യൻ എവിടെയാണ് ധിക്കരിക്കാൻ കഴിയുക?